ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ റിമൂവ് ചെയ്യാൻ സാധിക്കുക എന്താണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് മെത്തേഡ്സാണ് മെയിൻലി കാണിക്കുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനകത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ റിമൂവ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഏറ്റവും ആദ്യം തന്നെ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യാം. നമ്മൾ ക്യാപ് കട്ട് ചൂസ് ചെയ്യുന്നതിന് മെയിൻലി രണ്ട് റീസണാണ് ഉള്ളത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ക്യാപ് കട്ടിനകത്ത് നമ്മൾ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ പോയിട്ടും നമുക്ക് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു ക്യാപ് കട്ടിൻ്റെ ആപ്പ് നമ്മുടെ മൊബൈലിലും അതേപോലെ തന്നെ ലാപ്ടോപ്പിലും ടാബ്ലറ്റിലും എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ക്യാപ് കട്ട് യൂസ് ചെയ്യുന്നത്. ക്യാപ് കട്ട് വിൻഡോസിലും അവൈലബിൾ ആണ്, മാക്കിലും അവൈലബിൾ ആണ്, ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഇവിടെയുള്ള ന്യൂ പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് കാണുവാൻ സാധിക്കും. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോ വിത്ത് ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് എൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള വീഡിയോ. ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ക്യാപ് കട്ടിൻ്റെ മീഡിയ ബിന്നിലോട്ട് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നേരെ നമ്മുടെ ടൈം ലൈനിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുവാനായിട്ട് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കട്ടൗട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഭാഗം കാണത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കിത് വേറൊരു വിൻഡോ ആയിട്ട് കിട്ടും. ഇവിടെ വന്ന ശേഷം നിങ്ങൾക്ക് താഴോട്ട് ഇത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഡ്രാഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു കട്ടൗട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഓട്ടോ കട്ടൗട്ട് എന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ക്രോമാക്കി എന്ന് പറയുന്നത് ഗ്രീൻ സ്ക്രീൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ക്രോമാക്കി. ഇപ്പോൾ നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് ഓട്ടോ കട്ടൗട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോ കട്ടൗട്ട് അപ്ലൈയിങ് എന്ന് കാണാമായിരുന്നു. നമുക്കിവിടെ നമ്മുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടില്ലാത്ത വീഡിയോ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം അതാണ് നമ്മുടെ ആ ഒരു വീഡിയോ. ഇനി ഈ ഒരു വീഡിയോനെ സ്റ്റൈലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കട്ടൗട്ട് ചെയ്തതിനൊക്കെ സ്റ്റൈലൈസ് ചെയ്യാനായിട്ടാണ് നമുക്കിവിടെ കുറച്ച് സ്ട്രോക്ക് ഓപ്ഷൻസ് ഉള്ളത്. അത് ഇതൊക്കെയാണ്. നമുക്ക് ഒരു ഔട്ട്ലൈൻ വരകളൊക്കെ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഷാഡോ മാതിരിയൊക്കെ കുറേ ആഡ് ചെയ്യാം. ഇതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇവിടെ വന്നാൽ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റാൻ സാധിക്കും. ഇനി നമുക്കിത് കളയുവാനായിട്ട് ജസ്റ്റ് റീസ്റ്റോർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ അത് നേരെ അപ്പുറത്തോട്ട് പോയിക്കോളും. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നേരെ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ടൈം ലൈനിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീഡിയോയുടെ മുകളിലാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോനെ പിടിച്ച് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ മുകളിൽ കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോ ആണ് ടോപ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പം നമുക്കിതാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വേറൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്യാപ് കട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അടുത്തത് പറഞ്ഞു തരാൻ പോകുന്ന മെത്തേഡ് യൂസ് ചെയ്യുക. ബിഗിനേഴ്സിനൊക്കെ ചിലപ്പം എളുപ്പം ഞാൻ അടുത്തത് പറഞ്ഞു തരാൻ പോകുന്ന മെത്തേഡായിരിക്കും. കാരണം കുറേ പേര് കെംഡീഷ്യ, പ്രീമിയർ പ്രോ, വണ്ടർഷെയർ, ഫിലിമോറ അതുപോലത്തെ കുറേ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആയിരിക്കും പഠിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് അതിനകത്ത് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നേരെ ഈ ഒരു താഴത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അതിനുശേഷം ആ ഒരു ഗ്രീൻ സ്ക്രീൻ്റെ ഇമേജ്, ഈ ഒരു ഗ്രീൻ സ്ക്രീൻ്റെ ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീഡിയോയുടെ ഇടയിൽ എവിടെയെങ്കിലും ഗ്രീൻ കളർ, നിങ്ങളുടെ ഷർട്ട് ഗ്രീൻ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കയ്യിലിട്ടിരിക്കുന്ന ഒരു വാച്ച് ഗ്രീൻ ആവും. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കരുത്. റാദർ നമ്മളൊരു റെഡ് കളറോ ബ്ലൂ കളറോ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോമിൽ പോയ ശേഷം ഈ ഒരു കളർ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പം ആ ഒരു ഫ്രെയിമിൽ വരുന്ന എല്ലാ ഗ്രീൻ കളറും റിമൂവ് ആവുന്നതാണ്. അപ്പം നമ്മളൊരു വാച്ചോ അല്ലെങ്കിൽ ഷർട്ടോ അതുപോലത്തെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു കളറും ക്രോമാക്കി ഫീച്ചർ ഉപയോഗിക്കുമ്പോഴത്തേനും റിമൂവ് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിതാ ഈ ഒരു ഗ്രീൻ സ്ക്രീനായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുക. ഞാനിവിടെ ഗ്രീൻ സ്ക്രീൻ വീഡിയോ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ റെസൊല്യൂഷനൊക്കെ സെലക്ട് ചെയ്യുക. ഞാൻ 180p ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 2K 4K ഒക്കെ വേണ്ടവർക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ നമ്മുടെ ഫോൾഡറിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കും വീഡിയോ ഈസ് സേവ് ടു യുവർ ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പ്, യു ക്യാൻ ഷെയർ ഇറ്റ് നൗ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ പോവുകയാണ് ചെയ്യേണ്ടത്. ഞാൻ യൂസ് ചെയ്യാറുള്ളത് Camtasia ആണ്. ഞാൻ Camtasiaയിൽ ന്യൂ പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞു വരും. അതിൽ ഇമ്പോർട്ട് മീഡിയ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ എൻ്റെ ആ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ അവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് നമ്മുടെ ടൈം ലൈനിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള പാനലിൽ നിന്നും വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞ പാനലിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കിത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻസിനകത്ത് ഒരെണ്ണം വിഷ്വൽ എഫക്ട്സ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇത്തരം ഓപ്ഷൻസിനകത്ത് റിമൂവ് എ കളർ എന്ന് പറഞ്ഞ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനെ എടുത്ത് നേരെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോയിലോട്ട് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിത് ആ സൈഡിൽ പ്രോപ്പർട്ടീസ് പാനലിനകത്ത് നമുക്കിത് ഇതുപോലെയൊരു ഭാഗമായിരിക്കും കാണാൻ സാധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഈ ഒരു കളർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് ആ ഒരു പെൻ ടൂൾ എടുത്ത ശേഷം നമ്മുടെ ഡാർക്ക് ഗ്രീൻ കളർ ചൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും നമ്മുടെ വീഡിയോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോയോ അല്ലാന്നുണ്ടെങ്കിൽ മോഷൻ ബാക്ക്ഗ്രൗണ്ട്സോ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ ആഡ് ചെയ്താൽ സ്ട്രെയിറ്റ് അത് അവിടെ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ബോണസായിട്ട് ഞാൻ ഗ്രീൻ സ്ക്രീൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഡാർക്ക് ഗ്രീൻ കളർ ചൂസ് ചെയ്തപ്പം ആ ഡാർക്ക് ഗ്രീൻ കളർ അവിടെ നിന്ന് പോയിട്ട് ട്രാൻസ്പെറൻ്റ് ആയി. ഇനി അത് തന്നെയായിരിക്കും നമ്മൾ ഓറഞ്ച് കളർ ചൂസ് ചെയ്താൽ വരാൻ പോകുന്നത്. നമ്മുടെ ഉടുപ്പിലത്തെ ഓറഞ്ച് കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടുപ്പിലത്തെ കളർ മൊത്തം പോവും. അതിനുശേഷം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ അവിടെ നിൽക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞു തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡ്രസ്സൊക്കെ ഗ്രീൻ കളറാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മളൊരു ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ടും കൂടെയും കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ഉടുപ്പിൻ്റെ അടക്കം കളർ മാറിപ്പോകുന്നതാണ്. ഇപ്പോഴും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഈ ഒരു നമ്മുടെ പച്ച ബാക്ക്ഗ്രൗണ്ടൊക്കെ അവിടെ നിൽക്കുന്നത്. അത് നമുക്കത് ഈ ഒരു ടോളറൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് കറക്റ്റായിട്ടൊന്ന് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾക്കവിടെ റിമൂവ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പം ഇതുപോലെ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓർക്കുക, നമ്മളിപ്പം ഈ ഒരു ടോളറൻസ് കൂട്ടിക്കഴിഞ്ഞാലും നമ്മുടെ തലമുടിയൊക്കെ പോവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം അത് ചെയ്യുവാനായിട്ട്. ഇന്ന് നമ്മൾക്ക് ഇവിടെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന എഡിറ്റിംഗ്, അതായത് ഇപ്പം വീഡിയോയുടെ സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോ ഇവിടെ കാണിച്ച ശേഷം നമ്മളെ താഴെ ഇങ്ങനെ കാണിക്കുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ആ രീതിയിലൊക്കെ കാണിക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾക്ക് ഇവിടെ എന്ത് എഡിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ ആൽഫിൻ സൈനിങ് ഔട്ട്. Goodbye.